കുറച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ഒരു പേപ്പർ എട്ടാട്ടെ മടക്കുന്ന രീതി. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എട്ടാട്ടെ മടക്കാൻ പറ്റത്തോളം എന്നാണ് പറയുന്നത്. അതിൻ്റെ പല മെത്തേഡ്, ചെറിയ പേപ്പർ, വലിയ പേപ്പർ, വലിയ ഷീറ്റൊക്കെ വെച്ച് അവർ കാണിച്ചിട്ടും 7 ആകുമ്പോഴത്തേക്ക് അത് മടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനും ഒന്ന് നോക്കുകയാണ് കേട്ടോ. രണ്ടായിട്ട് മടക്കി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എട്ടാട്ടെ പറ്റത്തോളൂ. വീണ്ടും മടക്കി 1 2 3 4 5 6 ആയപ്പം ഈ ടൈപ്പായി. 7 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രമിക്കാം. നമ്മളെന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത്? നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ ഒരേ മെത്തേഡിൽ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല. അതിന് വേറൊരു മെത്തേഡ് എടുത്ത് ഈ ഭാഗം എന്താ ഇങ്ങനെ മടക്കി, പിന്നെ ഈ ഭാഗം എന്താ ഇങ്ങനെ മടക്കി. അപ്പോൾ തന്നെ 1 2 3 4 5 6 7 8 ഉണ്ടോ? 8 മടക്കാൻ സാധിച്ചു ഉണ്ടോ? 8 വട്ടം മടക്കാൻ സാധിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചില കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പഴയതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലെയുള്ളൂ പല കാര്യങ്ങളും. നമ്മൾ ഒരേ രീതി, നേരത്തെ ആരാണോ എന്തോ ആണോ ചെയ്തത് അതേ കണക്ക് തന്നെ ചെയ്ത് നമ്മൾ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ തലച്ചോറ് വന്നിരിക്കുന്നത്? നമ്മൾ അതിനെ വ്യത്യസ്തമായ രീതിയിൽ ശ്രമിക്കുക. അപ്പം പഴയതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് കളയുക, പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് 8 9 നമുക്ക് മടക്കിയെടുത്ത് 10 സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലുമാണ് പുതുമകൾ കൊണ്ടുവരേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.